ഔർ ഫ്ലൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയിലെ സോമൻസിനൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയിലെ 2ാം ദിവസം ഞങ്ങൾ കൂടുതലായും സന്ദർശിച്ചത് സത്യാഗ്രഹ ഹൌസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ജോഹന്നാസ്ബർഗിലെ ടൗണും അതുപോലെ സിറ്റി ടൂറും എല്ലാം നമ്മൾ ആസ്വദിച്ചു. ഈ സത്യാഗ്രഹ ഹൌസ് അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ത്യക്കാരുടെ ശരിക്കും പറഞ്ഞാൽ അഭിമാനം ആയി അവിടെ നിൽക്കുകയാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ആ ഒരു സംഗതി. അതിന്റെ എക്സ്ട്രീം ലെവലിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഈ സൗത്ത് ആഫ്രിക്കയിലെ ഈ അപ്പാർത്തൈഡിനെതിരെയുള്ള സമരത്തില് മഹാത്മാഗാന്ധി അതിന്റെ ആശയങ്ങൾ, നെൽസൺ മണ്ടേല വഹിച്ച പങ്ക്, ഇതാണ് നമ്മൾ ഈ സത്യാഗ്രഹ ഹാളിൽ ചെന്നാൽ നമുക്ക് തോന്നുക. ആ സത്യാഗ്രഹ ഹാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി അവിടെ താമസിച്ച ഒരു വീടാണ്. ആ വീടിനകത്ത് അദ്ദേഹം താമസിച്ച കട്ടിലുണ്ട്, അദ്ദേഹം താമസിച്ച മറ്റ് ചെയറുണ്ട്, വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കൂജയുണ്ട്, അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചതായിട്ടുള്ള എല്ലാത്തരം സാധന സാമഗ്രികളും ആ പഴയ പ്രൗഢിയോട് കൂടി നിലനിൽക്കുകയാണ്. ഇപ്പൊ വലിയൊരു കെട്ടിടമായിട്ടൊന്നും ഇതിനെ മാറ്റിയിട്ടില്ല. ഫ്രണ്ടില് ഒരു എൻട്രൻസിൽ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ സത്യാഗ്രഹ ഹൌസ് എന്ന് പറയുന്നത് ഓപ്പണായ ആ പഴയ പടി അതുപോലെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ മഹാത്മാഗാന്ധി വിശ്രമിച്ച റൂമാണ്. ആ റൂമിന്റെ അതുപോലെ തന്നെ അവിടെ മഹാത്മാഗാന്ധിയുടെ സമയത്ത് കാണുന്ന വിവിധ തരത്തിലുള്ള ഫോട്ടോകളും എല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മഹാത്മാഗാന്ധി ആ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനം, അതിന്റെ ആ ഒരു അപ്പാർത്തൈഡിന്റെ ഒരു വലിയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അത്രമാത്രം ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങള് മഹാത്മാഗാന്ധിയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അത് അവര് പ്രകടിപ്പിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നാൽ നമുക്ക് ബോധ്യമാകും. അവരെത്രമാത്രം സിൻസിയറായി. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ മഹാത്മാഗാന്ധി താമസിച്ച വീട് അത് ഇന്നൊരു വലിയ സ്മാരകമാണ്. വളരെ ഭംഗിയായി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് മനോഹരമായി ഇത് നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സത്യാഗ്രഹ ഹൌസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളൊന്നും വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏതൊരു ടൂറിസ്റ്ററും ഏതൊരു വിസിറ്ററും സന്ദർശിക്കാതെ പോവാറില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമുക്കിവിടെ അതൊക്കെ അതിന്റെ ആ തനിമയോട് കൂടി അവർ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സോമൻസിനൊപ്പമാണ് ഞങ്ങൾ ഈ പോയത്. ഏകദേശം ഒരു 2-3 മണിക്കൂർ സമയമാണ് ഞങ്ങൾ ഈ മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന ഭവനത്തിൽ ചെലവ് ചെയ്തത്. എല്ലാവർക്കും വളരെ അതിശയം തോന്നിയ, അത്ഭുതം തോന്നിയ ഒരു ചരിത്ര മ്യൂസിയമാണ് ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധി താമസിച്ച ഈ ഭവനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കക്കാർ എങ്ങനെയാണോ മഹാത്മാഗാന്ധിയെ കണ്ടിരുന്നത്, മഹാത്മാഗാന്ധിയുമായി എങ്ങനെയാണോ സൗത്ത് ആഫ്രിക്കക്കാർ ഒരു ബന്ധം അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നെൽസൺ മണ്ടേല താമസിച്ച അദ്ദേഹത്തിന്റെ ഭവനമാകണം.